ഒരു അടിപൊളി ബിരിയാണിയുടെ കൂട്ടാണിത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരുപാട് രുചിയോടുകൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് നാവിൽ കൊതിയൂറും ബിരിയാണി തന്നെയാണിത്. അത്രയും ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ ഇതുപോലെ മാത്രമേ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ, പിന്നെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അത്രയും ടേസ്റ്റോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയും അതുപോലെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കാൻ കൂടെ നിന്നോളി. കുറച്ച് സമയമൊക്കെ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ശരിക്കും ബോറടിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞാലും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ ബിരിയാണി ആണെങ്കിലും അതുപോലെ അടുക്കള ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷമം പിടിച്ചൊരു ജോലിയാണെന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ടാവില്ലേ. പക്ഷേ എന്തായാലും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു ജോലി തന്നെയാണ് നമ്മൾ അടുക്കള ജോലിയും. അപ്പോൾ രുചികരമായ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുത്തിട്ട് തന്നെ നമുക്കിതൊക്കെ എടുക്കണം. അപ്പോൾ അടുക്കളയിൽ എൻജോയ് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയാം. അതിനുവേണ്ടി ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളെ ബിരിയാണി മസാല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളിയും സവാളയും കൂടി ഒന്ന് എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നത് അരച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു അരമണിക്കൂർ എന്തായാലും ഇത് വഴറ്റി വരാൻ സമയമെടുക്കും. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബീഫും ചിക്കനും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ബിരിയാണിയിലേക്കുള്ള കോഴി ആദ്യം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പൊരിക്കാനും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ ബിരിയാണിയുടെ രുചി കൂടാനും കുറച്ചും കൂടി നല്ലത് ചെറിയ ഉള്ളിയാണ്. അതുപോലെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കോഴി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊരിക്കാനുള്ള കോഴി ശരിയാക്കി എടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി മസാലയൊക്കെ ആവാൻ വേണ്ടി കൈ കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചട്ടാൻ വെച്ചിട്ടും ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ബിരിയാണിയിലേക്കുള്ള ചിക്കനാണ്. അതും ശരിയാക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കാൻ ഓയിലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളതിലേക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പൊരിച്ചെടുക്കണമെന്നില്ല. ഒരു 30% വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ബിരിയാണിയിലും കടന്ന് പെട്ടെന്ന് വേവുമല്ലോ. അങ്ങനെ ബിരിയാണി മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. അരപ്പൊക്കെ ശരിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. വഴറ്റിയ ഉള്ളി അതും കൂടി നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല
അടിപൊളി പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് ഉള്ളി കിട്ടിയിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള ചിക്കൻ പൊരിച്ച് എടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്കാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയിലയും അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായി അതും പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. തക്കാളി പിന്നെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതങ്ങ് കുറച്ച് മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് അലിഞ്ഞ് പോകും. നന്നായി ശരിയായിട്ടുണ്ട് തക്കാളിയും. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വഴറ്റി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയ ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള ബിരിയാണി ശരിയാക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. എങ്കിലും നല്ലൊരു ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പച്ചമുളകും നന്നായി ഒന്ന് അരച്ച് അതും കൂടി ഒഴിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിക്കേണ്ടതായിരുന്നു, മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലകളൊക്കെ നന്നായി ഒന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിലൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ചെറിയ ചൂടിലൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് പുളിയും എരിവും ഒക്കെ കഷ്ണത്തിലൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതുപോലെ തന്നെ നമ്മളെ നെയ്ച്ചോറും ശരിയായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളെ ബിരിയാണിയൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് വിറകടുപ്പിൽ നെയ്ച്ചോറ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എന്താ പറയുക, നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഓയിലെണ്ണയിലായിരുന്നു നമ്മൾ കറുവപ്പട്ടയും ഒക്കെ ഒന്ന് ചേർത്തിട്ടായിരുന്നു നമ്മൾ നെയ്ച്ചോറ് ശരിയാക്കിയത്. ഇനിയൊരു 100 ഗ്രാം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ശരിയായിട്ടുണ്ട്. ഒരു വലിയ പാത്രം എടുത്തിട്ട് എന്താ പറയുക, നെയ്ച്ചോറ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലെയറായിട്ട് നമ്മളെ ചിക്കനും നെയ്ച്ചോറും അങ്ങനെ ഇട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്.
ആ സമയത്ത് നമ്മൾ ചിക്കൻ പൊരിച്ചും കൊണ്ടിരിക്കുകയാണ്. ചിക്കനിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കാനൊന്നും പറ്റാത്ത കുറച്ച് ചെറിയൊരു പാത്രത്തിലായിരുന്നു ഇട്ടിരുന്നത്. അത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, നന്നായി ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ ബിരിയാണി ശരിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബീഫും കൂടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരും സവാളയും പച്ചമുളകും അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വെൽക്കം ഡ്രിങ്ക്സും കൂടി ഉണ്ടാക്കി. പിന്നെ നമ്മളെ മക്കളൊക്കെ കഴിക്കാനിരുന്ന് ആ തിരക്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കും പകുതി ആയതിനു ശേഷമാണ് വീഡിയോസ് എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.